PC ജോർജിനെ ചൊല്ലി തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തലസ്ഥാനം വേദിയായത്. മുഖ്യമന്ത്രി ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി എന്നിവർ മുൻകൈയെടുത്ത എല്ലാ അനുരഞ്ജന ശ്രമങ്ങളും പാളുകയായിരുന്നു. അതേസമയം PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന നിലപാടിൽ ഉറച്ച് മാണി രംഗത്തെത്തി. എന്നാൽ PC ജോർജിനെ വേറെ പാർട്ടിയാക്കി UDF-ൽ നിലനിർത്താമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മാണി തള്ളി. മാണിയുടെ പാർട്ടിയിൽ നിൽക്കാനില്ലെന്ന് PC ജോർജും വ്യക്തമാക്കി. UDF വീണ്ടും യോഗം ചേരാനും തീരുമാനിച്ചു. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കിയേ തീരൂ എന്ന KM മാണിയുടെ കടും പിടുത്തമാണ് UDF നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയ അനുനയ നീക്കങ്ങൾ പാളാൻ കാരണം. PC ജോർജിന് പകരം തോമസ് ഉണ്ണിയാടിനെ ചീഫ് വിപ്പാക്കാൻ KM മാണി ശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ പഴയ പാർട്ടിയായ കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കാനാണ് PC ജോർജിന്റെ ശ്രമം. UDF തകരുന്നത് ജനങ്ങൾക്ക് ആശ്വാസമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനവിരുദ്ധ നയങ്ങളാണ് UDF നടപ്പാക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. വരുന്നവർക്കും പോകുന്നവർക്കും കയറിയിരിക്കാനുള്ള മുന്നണിയല്ല LDF എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. PC ജോർജ് വിഷയത്തിൽ UDF ഊരാ കുടുക്കിൽ ആണെന്നും കോടിയേരി പറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുക്കും. ഇപ്പോൾ തത്സമയം ഉള്ളത് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ഭാസ്കരപിള്ള, ഒപ്പം കേരള കോൺഗ്രസ് B നേതാവ് ശ്രീ മനോജ് കുമാർ, ഒപ്പം PC ജോർജും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. PC ജോർജ് കടുത്ത നിലപാടിൽ തന്നെയാണ് KM മാണി. താങ്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. KM മാണി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. PC ജോർജ് അതെ, അങ്ങനെ അഭിപ്രായം അങ്ങനെ അത് ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞോ? തീർച്ചയായിട്ടും ശ്രീ PC ജോർജ്, KM മാണി സാർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പിന്നെ എന്ത് ഉറപ്പിച്ച് പറയാനെന്ന് വീണ്ടും അന്വേഷിക്കാൻ എന്തുണ്ട്? KM മാണി സാർ പറയുമ്പോ അതിനൊരു ഉറപ്പ് ഇല്ലേ? ഞാൻ അതിനെ ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ എനിക്കറിയാം 100% പോത്തിയ ചുമ്മാ പറഞ്ഞതാണ്. കാരണം അങ്ങനെയാണല്ലോ പണ്ട് ഞാൻ ഓർക്കണം 85-ല് നയനാരുമായിട്ട് സംസാരിച്ച് ഉറച്ച കൂട്ടത്തിലുള്ള സന്തോഷം പറഞ്ഞ് ഇറങ്ങിച്ച് നേരെ രാജ്ഭവനിൽ പോയി നയനാർക്കെതിരെ അവിശ്വാസം കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉറച്ചുണ്ടെന്ന് പുള്ളി പറഞ്ഞാൽ എനിക്ക് ബോധ്യം തിരിക്കാം. അതുകൊണ്ട് ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ശ്രീ PC ജോർജ്, താങ്കൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഇത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് താങ്കൾക്ക് ആരിലോ വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിലാണ് താങ്കൾക്ക് വിശ്വാസമെന്ന്. പക്ഷെ ആ വിശ്വാസത്തെ മറ്റു പല നിരീക്ഷകരും പറയുന്നത് മുഖ്യമന്ത്രിക്ക് താങ്കളെ പേടിയാണെന്നാണ്. PC ജോർജിനെ മുഖ്യമന്ത്രിക്ക് പേടിയാണോ? നിങ്ങൾ അങ്ങനെയൊന്നും വേണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരെയും ഭയമുള്ളവരല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരെയും ഭയപ്പെടുന്നത് കരുണാകരനെ പോലും മര്യാദ പഠിപ്പിച്ച രാഷ്ട്രീയ ചാണക്യനാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞ് ചെറുതാക്കണം. അങ്ങനെ എന്നെയൊന്നും പഠിക്കേണ്ട കാര്യമുണ്ട്. എന്നെ പോലെ ഒരു പുഴുവിനെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തിനാ ഭയപ്പെടുന്നത്? അത് ഒരു ഭയം അദ്ദേഹത്തിനില്ല, എനിക്കറിയാം. ശ്രീ PC ജോർജ്, പക്ഷെ താങ്കൾ ഇപ്പോഴും ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിനെ ചൊല്ലിയാണല്ലോ താങ്കൾ അത് പാർട്ടിയാണോ തന്നത് അതോ അത് UDF ആണോ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തന്നെ സംശയമുള്ളത്, അല്ലെങ്കിൽ താങ്കൾക്ക് സംശയമില്ലാത്തത്. പക്ഷേ താങ്കൾ ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വൈസ് ചെയർമാനാണ്. ഇത്രയധികം അതിൻ്റെ ചെയർമാൻ തള്ളി പറയുന്ന താങ്കൾ, പാർട്ടി മുഴുവൻ ഈ രീതിയിൽ താങ്കളെ 8 MLA-മാർ പാർലമെന്ററി പാർട്ടി ചേർന്ന് താങ്കൾക്കെതിരായി തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ വൈസ് ചെയർമാനായി ഇനിയും താങ്കൾ ആ പാർട്ടി നിൽക്കുന്നതിൽ എന്ത് മാന്യതയാണുള്ളത്? അത് ന്യായമായ ഒരു ചോദ്യമാണ്. മാന്യത എന്താന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ എന്താണ്? മാന്യത ഇല്ലെന്നുള്ള ഏതോ ഒരു അഴിമതി പാർട്ടി എന്നുള്ള നിലയിലാണ് നിങ്ങൾ പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അഴിമതി പേരുദോഷമുള്ള പാർട്ടി മാണിയുടെ വൈസ് ചെയർമാനായിട്ട് ഞാൻ ഇരിക്കുന്ന മാന്യതയാണോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഞാനൊരു കാര്യം പറയാം, അതൊക്കെ തെളിയിക്കപ്പെടുന്ന പ്രശ്നമാണ്. മാണി സാറ് കൈക്കൂലി ഭരിച്ചു അഴിമതിക്കാരനാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ തെളിയിച്ചു കഴിയുമ്പോൾ ഞാൻ രാജിവെച്ചു തരാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. മാണി സാറും ഞാനുമായിട്ട് ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളിൽ ചീഫ് വിപ്പ് സാറാണ്. പക്ഷേ ശ്രീ PC ജോർജ്, താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ ഇത്രയധികം പ്രശ്നത്തിലേക്ക് പോയതിന് കാരണം ശ്രീ KM മാണി നേരത്തെ രാജിവെക്കേണ്ടതായിരുന്നു എന്ന് താങ്കൾ മാധ്യമപ്രവർത്തകരെ കണ്ട് പറഞ്ഞതുകൊണ്ടാണ്. അത് അഴിമതിയുടെ കറപുരണ്ട രീതിയിലുള്ള ആരോപണം ഉണ്ടായിട്ടുള്ള മാണി സാർ രാജിവെക്കണം, അദ്ദേഹം
പിന്നീട് തിരിച്ചു വരെങ്കിൽ വന്നുകൊള്ളട്ടെ എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. നല്ലൊരു അർത്ഥത്തിൽ മാണി സാറിന് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്നായിരിക്കാം താങ്കൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അങ്ങനെ മാണി സാർ രാജിവെക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ അഭിപ്രായം താങ്കളെ കുഴപ്പത്തിൽ ചാടിച്ചു. ഇന്നിപ്പോഴാ ഈ നേരമാകുമ്പോൾ താങ്കൾ എന്താണ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കെ എം മാണി സാർ ഈ പ്രശ്നത്തിൽ രാജിവെക്കണമോ? പി സി ജോർജ് ഇപ്പോഴും താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ഞാനും മാണി സാറും ഒരുമിച്ചൊരു തീരുമാനം രാജിവെക്കുക. ഞാനും മാണി സാറിനെ രാജിവെക്കുക. മാണി സാറിന് ഒരു കൂട്ടുവേണ്ടേ, ഒരു ശക്തി. അതിനൊരു പി സി അറിയും ഒന്ന് ഈ ചെയ്യപ്പെടുത്താറില്ല, അതും കൂടെ രാജിവെക്കുക. ഞങ്ങൾ തന്നെ സമ്മതിച്ചു. അങ്ങനെ രാജിവെച്ച് അത് കഴിഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റ് അട്ടിമാറ്റം കൊടുക്കാനും അത് കഴിഞ്ഞ് കേസ് എഴുതി തള്ളിക്കഴിയുമ്പോൾ മന്ത്രിയാകാനും തീരുമാനിച്ചു. പക്ഷേ അത് മാണി സാറും ഞാനും കൂടെ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് ഞാനിത് പുറത്തു പറഞ്ഞത്. മാണി സാർ പുറത്തു പറഞ്ഞതിന് അനുകൂലമായിരുന്നു. പക്ഷെ പുറത്ത് കഴിയുമ്പോൾ മാണി സാർ ഉടനെ കയറി അയ്യോ അങ്ങനെ പറഞ്ഞത് ഞാൻ നേരെ പറയുക. അപ്പൊ പാർട്ടി പ്രവർത്തകർ തെറ്റിദ്ധരിക്കുക. അതാണ് എനിക്ക് സഹിക്കാത്തത്. മാണി സാറ് എന്നോട് പറഞ്ഞ് ഞാനുമായിട്ട് ഉണ്ടാക്കി എഗ്രിമെന്റാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അതല്ലാതെ എന്റെ സൗകര്യം പോലെ ഞാൻ പറഞ്ഞതല്ല. മാണി സാർ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ മാണി സാറിന് മനസാക്ഷി രാജിവെക്കണമെന്നായിരുന്നു ഉള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ആരോ ഇരിക്കുന്ന മുറിയുടെ പുറകിന് വാതിൽ തുറന്നു കഴിയുമ്പോൾ ആളുണ്ട് പറഞ്ഞു കൊടുക്കാൻ. ആ ആളുകൾ ആരേണ്ടോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും വഴക്കുണ്ടാക്കിക്കുന്നു. പി സി ജോർജ് എന്തായാലും നിയമപരമായി തെളിയിക്കട്ടെ, എന്നിട്ട് മാണി സാർ രാജിവെക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ചീഫ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതിനെ കുറിച്ച് അപ്പോൾ തീരുമാനിക്കുക എന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. നിയമത്തിന്റെ കൂടെ നിൽക്കുന്ന ആളല്ലല്ലോ താങ്കൾ അഴിമതിക്കെതിരെ പോരാടുന്ന ആൾ. ജനങ്ങൾ ആണ് താങ്കൾക്ക് മുന്നിലുള്ളത്. ജനങ്ങളുടെ വിശ്വാസമാണ് താങ്കൾക്ക് പ്രധാനപ്പെട്ടത്. ജനങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ജനങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, മാണി സാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് രാജിവെക്കട്ടെ, തൽക്കാലം ജനങ്ങളെ ബോധ്യപ്പെടുത്തി വരട്ടെ എന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ വലുത് എന്ന് പറയുന്ന താങ്കൾ ഇപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കണ്ടേ? മാണി സാറിന്റെ രാജി, താങ്കളുടെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നുള്ള രാജി, ഇതൊക്കെ വേണ്ടതല്ലേ? വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജി. അതായത് വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രശ്നമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഞാനെന്തിനാ രാജിവെക്കുന്നത്? ഞാൻ കൈക്കൂലി പിടിച്ചെന്ന് ആർക്കും പരാതിയില്ലല്ലോ. കേരള കോൺഗ്രസിന്റെ ചെയർമാനെ പറ്റിയാണ് പരാതി. അങ്ങനെയാണ് രാജിവെക്കേണ്ട അദ്ദേഹമല്ലേ. അത് എന്നെ എന്തിനാ രാജിവെപ്പിക്കുന്നത്? ഞാൻ കാശ് മേടിക്കുന്ന ആരും ഇതിനെ പരാതി പറയുന്നില്ല. അഴിമതിക്കെതിരെ പോരാടുന്ന യോദ്ധാവാണ് ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനാ രാജിവെക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരിക്കലും കേരള കോൺഗ്രസിനെ ചെറുതാക്കാൻ ആഗ്രഹിക്കാത്തവനാണ്. നിവർത്തിയില്ല, അദ്ദേഹത്തിന് പറ്റിയതേ. അദ്ദേഹം സമ്മതിക്കട്ടെ, ഞാൻ പിരിഞ്ഞോളാം. ഞാൻ അദ്ദേഹത്തെ നേരത്തെ തന്നെ പറഞ്ഞു പിരിഞ്ഞോളാം, ഞാൻ എന്റെ പഴയ കേരള കോൺഗ്രസ് സെക്രട്ടറി പൊക്കോളാം. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ പഴയ സെക്രട്ടറിന്റെ ഇരട്ടി ശക്തിയുള്ള സെക്രട്ടറായി ഇനി ഉണ്ടാകുന്ന സെക്രട്ടറി എന്ന് കരുതി എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ പാർട്ടിക്കകത്ത് സ്പിരിറ്റ് ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. നിവൃത്തിയില്ലെങ്കിൽ മാണി സാറിന് എന്നെ പറ്റുകയില്ല. മാണി സാർ ഇങ്ങനെ ഈ കോക്കസിൽ നിന്നേ പോകൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പിരിഞ്ഞോളാം. എനിക്കൊരു വിരോധമില്ല. മാണി സാറ് സ്വയം നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് പിരിയാം. ഒരു വൈരാഗ്യമെങ്കിൽ അവർ അപ്പന്റെ സ്ഥാനത്ത്. പക്ഷേ ഇപ്പോ കെ എം മാണി സാറിന്റെ ബാർഗൈനിങ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? UDF-ൽ ഇപ്പോഴും ഈ നിമിഷത്തിലും അദ്ദേഹം 8 മണിക്കകത്ത് പലതും നടക്കുമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. അതുതാ ഇപ്പോൾ 8 മണിയോട് അടുപ്പിച്ച് ഏതാണ്ട് അദ്ദേഹം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതുപോലെ എല്ലാം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് എത്തിയാൽ മതി, താങ്കളുടെ കാര്യം തീരുമാനമാകും. ഇനി എന്തായാലും തിരിഞ്ഞു നോട്ടമില്ല. ചീഫ് സ്ഥാനം തിരിച്ചെടുക്കുന്നു, തന്ന സ്ഥാനം തിരിച്ചെടുക്കുന്നു. പാർട്ടിയുടെ സ്ഥാനം താങ്കൾക്ക് ഒരു ചെറിയ ശിക്ഷ തന്നിരിക്കുകയാണ്. ഈ രീതിയിലൊക്കെയാണ്. ഇങ്ങനെ ഒക്കെ ആണെങ്കിലും താങ്കൾ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ഓരോ വാക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കെതിരെ ഉള്ളവർക്ക്, അങ്ങനെ നിൽക്കുന്നവർക്ക് UDF-ൽ എന്ത് സ്ഥാനം എന്നുള്ളത് ഗണേഷ് കുമാറിന്റെ കാര്യം കണ്ടില്ലേ? കേരള കോൺഗ്രസ് ബിയുടെ കാര്യം കണ്ടില്ലേ? UDF-ൽ താങ്കൾക്ക് ഇനിയും സ്ഥാനം വേണ്ടതുണ്ടോ അഴിമതിക്കെതിരെ എന്നുള്ള പോരാട്ടത്തിൽ? എനിക്ക് സ്ഥാനമല്ലെന്ന് പ്രശ്നം. ഞാൻ എന്ന് പറഞ്ഞ രാജിവെച്ചേക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ രാഷ്ട്രീയം അല്ലത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അംഗം എന്നുള്ള പ്രശ്നങ്ങളാണ്. എനിക്ക് ഇപ്പോ ചീഫ് സ്ഥാനം തന്നെ മാണി സാറാണെന്ന് മാണി സാറ് പറയില്ല. കാരണം മാണി സാർ ആഗ്രഹിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തന്നെ ഇരുത്തി മൂലയൊന്ന് ആക്കാമായിരുന്നു. അപ്പൊ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ഡെപ്യൂട്ടി ചെയർമാൻ സ്പീക്കർ സാർ വേണ്ട എന്ന് പറഞ്ഞപ്പോ UDF നേതൃത്വം എടുത്ത തീരുമാനപ്രകാരമാണ് ഞാനിപ്പോ ചീഫ് വിപ്പായിട്ടിരിക്കുന്നത്. അപ്പൊ മാണി സാറിന് ചീഫ് സ്ഥാനം ഉപേക്ഷിക്കണം പറയേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ എന്നാലും മാണി സാറിന്റെ ആഗ്രഹമല്ലേ, വയസ്സനാം കാലത്ത് അങ്ങനെ ഒരു ആഗ്രഹം, ഇത്ര പ്രായമുള്ള ഒരാള് ആഗ്രഹം പ്രകടിപ്പിച്ച് ഞാനത് അംഗീകരിക്കണ്ടേ. അങ്ങനെ ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ രാജിവെക്കാം.
അതല്ലാതെ ഈ PC-യുടെ സ്വരം ഉപയോഗിക്കുന്ന മാന്യതയല്ലെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. അഴിമതിക്കെതിരെ പോരാടുന്ന ശ്രീ PC ജോർജിനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ UDF സർക്കാരിനെ ഇപ്പോഴും 9 MLA-മാരുടെ പേര് പറഞ്ഞു. താങ്കളെ കൂട്ടിയാണ് 9 എന്ന് വരുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള MLA-മാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് മുൾമുനയിൽ നിർത്തി ബാർഗെയിൻ ചെയ്യുകയാണോ മാണി സാർ ഇപ്പോൾ UDF സർക്കാരിനെ? അതൊക്കെ UDF നേതാക്കന്മാർക്ക് അത് എന്തെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും കഴിവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെ KM മാണി ഭീഷണിപ്പെടുത്തി ഉടനെ മൂക്കുമെത്തി വീഴുന്ന മുന്നണിയാണ് UDF എന്ന് ഞാൻ കരുതുന്നില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയല. UDF നേതൃത്വം എടുക്കുന്ന തീരുമാനം കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഞാനെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ പറയട്ടെ. ഏതായാലും ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ ക്രിസ്ത്യാനിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നോമ്പാണ്. ആ നോമ്പും പ്രാർത്ഥനയും ഉപവാസമായിട്ടിരിക്കുന്ന സമയത്ത് മാണി സാറിനെ ഇപ്പോൾ ക്രിസ്ത്യാനി എപ്പോഴും ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ഓട്ടം, ക്രിസ്ത്യാനിയുടെ പിന്തുണ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന മാണി സാറ് ഈ വലിയ നോമ്പ് കാലത്ത് ഇങ്ങനെ വഴക്കുമായിട്ട് നടക്കുന്ന മര്യാദയാണോ? അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ, എവിടെയെങ്കിലും വല്ല പള്ളിയിലും പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാനാണ് അവിടെ എറിയത്ര വെല്ലിച്ചമ്മ കയറുക മനസ്സിലായി 14 കാലത്ത് മുട്ടുപായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ രാഷ്ട്രീയ രംഗത്തെ അധപ്പതനങ്ങളൊക്കെ മാറി അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന ജനങ്ങളെ ഉണ്ടാക്കണേ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രബുദ്ധത കൂടുതലായി ഉണ്ടാക്കണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക നടന്ന്. ഇവിടെ ഇതും വലിയ സങ്കടം തോന്നുന്നുണ്ടിരിക്കാൻ. അതുകൊണ്ട് ഇനിയാണെങ്കിലും നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞ് കാണാമെന്നേ നമുക്ക് മര്യാദയ്ക്ക് എന്ന് ചർച്ച ചെയ്യാം. പ്രാർത്ഥിക്കണം മാണി സാർ, അതാ എനിക്ക് പറയാനുള്ളത്. മാണി സാർ പള്ളിയിൽ പോകണം. ശ്രീ PC ജോർജ് ഇപ്പൊ ഈസ്റ്റർ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു മാണി സാറിനെ ആയിരിക്കാം താങ്കൾ വളരെ നല്ല അർത്ഥത്തിൽ ഒരു സ്വപ്നം കാണുന്നത്. ഈസ്റ്റർ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇപ്പൊ ഈ കൂടെ ഉണ്ടെന്ന് താങ്കൾ പറയുന്ന 6 MLA-മാർ താങ്കളുടെ കൂടെ ഉണ്ട്, താങ്കൾക്ക് വേണ്ടി ശബ്ദിക്കുകയോ നിശബ്ദത പാലിക്കുകയോ വിത്തിൻ കോട്ട് നിശബ്ദത പാലിക്കുകയോ ചെയ്യുന്ന 6 MLA-മാർ ഉണ്ടെങ്കിൽ അവർ ഈസ്റ്റർ കഴിയുമ്പോഴേക്ക് ആ നിശബ്ദത ഭഞ്ജിച്ച് താങ്കൾക്ക് വേണ്ടി താങ്കൾ പറയുന്ന പാതയിലേക്ക് എത്തുമോ? മാണി സാറിനോട് അങ്ങനെ 6 MLA-മാരൊന്നും ഈയിടെ മര്യാദകളൊന്നും കൂട്ടില്ല. അതൊക്കെ മാണി സാറിനുള്ള സ്നേഹത്തിന് മാണി സാറ് പറഞ്ഞ ഉവ്വ സാറേ എന്ന് പറയും. പക്ഷെ അവർക്കറിയാം മാണി സാറിന് ഇപ്പോഴത്തെ ഈ ലൈൻ തെറ്റാണെന്ന്. അത് മാണി സാറ് വിളിച്ചുകൂട്ടി MLA-മാർ 2 പേരും നേരിട്ട് മാണി സാറിനോട് പറഞ്ഞു, മാണി സാർ ഇത് ചെയ്യരുത്, ഇത് മര്യാദയല്ല, ധാർമ്മികതയല്ല, ഇത് ഇപ്പൊ ഒരു പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ് മാണി സാർ എന്ന് പറഞ്ഞു. അപ്പൊ മാണി സാർ ഉറച്ച സ്റ്റാൻഡ് എടുത്തപ്പം മിണ്ടാതിരുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പങ്കെടുത്തില്ല യോഗത്തിൽ, അറിയണം. അദ്ദേഹം പോയി പോലുമില്ല. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ശ്രീ PC ജോർജ്, വർക്കിംഗ് ചെയർമാൻ അതായത് PJ ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട് അത് താങ്കളുടെ പാതയിൽ തന്നെയാണോ? അതാണ് അറിയേണ്ടത്. അവർ താങ്കളോടൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ തന്നെ, ഈ അവസരത്തിൽ നിൽക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ വഴിയിൽ തന്നെയാണോ, PC ജോർജിന്റെ വഴിയിൽ തന്നെയാണോ ജോസഫ് ഗ്രൂപ്പും? അവരൊന്നും നീതിരഹിതമായിട്ട് അവരൊക്കെ പാർട്ടി ദുഃഖിതരാ. പാർട്ടിക്കകത്ത് ജയിച്ചെങ്കിലും ഗവൺമെന്റ് പൊസിഷന് വരുന്ന കാര്യങ്ങളോ പാർട്ടി ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും അവർക്ക് കൊടുക്കല. 10 എണ്ണം കിട്ടി 8 എണ്ണവും തട്ടിയെടുത്ത് മാണി സാറിന്റെ ആളുകൾക്ക് മാത്രമല്ല വേറെ ആർക്കും ഇല്ല. സ്വാഭാവികമായിട്ട് മനപ്രയാസം ഉണ്ടാകില്ലേ. അപ്പൊ ജോസഫ് ഗ്രൂപ്പിനില്ല, 2 എണ്ണം അവർക്ക് കിട്ടും. സെക്രട്ടറി ഞാൻ കൂടി നമുക്കൊന്നുമില്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലയും കമ്മിറ്റി ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ എന്റേത്. ഒരാൾക്കൊരു സാറ് കൊടുത്തു, ആകെപ്പാടെ കൊടുത്തത് ആലപ്പുഴ ഒരാൾക്ക് ചെങ്ങന്നൂർക്കാരൻ. അങ്ങനെ അതിനകത്ത് പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ വിധം ഞങ്ങളെ സംബന്ധിച്ചത് സെക്രട്ടറി വിറ്റവൻ എന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഞങ്ങളാരും അതിനോട് മിണ്ടാറില്ല. ശ്രീ PC ജോർജ് താങ്കൾ ഇപ്പോ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പറന്നെത്തിയതാണ്, ഇന്ന് രാവിലെ എത്തിയതാണ്. വലിയ ആവേശത്തോടുകൂടി വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയാണ് താങ്കൾ എത്തിയത്. വലിയ വിപ്ലവം ഒക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോഴും തിരിച്ച് താങ്കൾ തിരുവനന്തപുരത്ത് നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഉശിരൊക്കെ പോയോ? ഇങ്ങോട്ട് വന്ന ആ ഒരു ഉശിരൊക്കെ പോയോ? താങ്കൾ ഇപ്പോൾ അല്പം പുറകോട്ട് പോയോ? ഇങ്ങോട്ട് വന്നപ്പോ ഉള്ള എന്റെ 100 ഇരട്ടി ആത്മവീര്യവും തന്റെ ഇടവും കൈമുതലാക്കിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്നത്. ഇപ്പൊ ഓമല്ലൂർ എന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് പങ്കെടുക്കുക. നമ്മളെ പഴയ വാരിഫം 500 കൊല്ലം പഴക്കമുള്ള വയൽ വേല ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീ PC ജോർജ് പക്ഷേ
ഇത്രയധികം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, ഇരട്ടി ആവേശത്തോടു കൂടിയാണ് താങ്കൾ ഇപ്പോൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, എന്ത് ഉപാധിയാണ് താങ്കൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചത്? താങ്കൾക്ക് അത്ര ഉറപ്പ് കിട്ടാൻ എന്ത് ഉപാധി? ഒരു ഉപാധിയും ഞാൻ വെച്ചിട്ടില്ല. നല്ലത് നടക്കണം, നീതി നടക്കണം, സത്യം നടക്കണം. അതല്ലാതെ എനിക്ക് ഒരു കാര്യമില്ല, വേറൊന്നുമില്ല എന്റെ മുമ്പിൽ. അത് ഞാൻ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വളരെ മാന്യമായ സമീപനമാണ് അവരിൽ നിന്നുണ്ടായത്. ഞാൻ അവരോട് നന്ദിയുള്ളതാണ്. ഇന്നത്തെ ദിവസം വളരെ മാന്യമായ സമീപനമായി UDF നേതാക്കന്മാർ എന്നോട് പ്രകടിപ്പിച്ചത്. ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ശ്രീ PC ജോർജ്, ഒരു ചോദ്യം കൂടി. ഈ ഘട്ടത്തിൽ താങ്കൾ തിരക്കിലാണെന്ന് അറിയാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്, പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു താങ്കളെ പുറത്താക്കണമെന്ന്. ഉണ്ണിത്താനെ പോലുള്ള ചില നങ്കൂരങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ഉണ്ണിത്താനെ പക്ഷേ എന്നെ അകത്താക്കണമെന്നും ഒരു കാരണവശാലും പുറത്താക്കണമെന്ന് എത്രയോ പേര് വിളിച്ചു പറയുന്നു. ഞാന് ഇപ്പൊ നിങ്ങളുടെ ഫോൺ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരുന്ന ഫോൺ ഒരു MP-യുടേതാണ്, പ്രഗത്ഭനായ കോൺഗ്രസ് MP-യുടെ. PC മുന്നണിയിൽ വേണം, ഒരു കാരണവശാലും പോകരുത്, മാണിയല്ല ആര് ചവിട്ടിയാലും വിട്ടയച്ചു പോകരുത്, ഞങ്ങളൊക്കെ കൂട്ടത്തിലുണ്ട് എന്നോട്. എന്തിയാ ഈളെ ഇലക്ഷനിൽ നിന്നവരെ പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലാത്ത കക്ഷിയാണല്ലോ നമ്മുടെ ഉണ്ണിത്താൻ. ആ ഉണ്ണിത്താൻ ജനവികാരത്തെ പറ്റി വല്ല അറിയാം, വല്ല നോമിനേറ്റ് വല്ലതും കിട്ടുന്നെങ്കിൽ അതും വെച്ച് ഉദ്ദേശം ഭക്ഷിച്ച് പോട്ടെന്നു. അതിലൊന്നും ഇതിനകത്തൊരു ചർച്ചയ്ക്ക് പോലും എടുക്കുന്നത് ശരിയില്ല. ഉണ്ണിത്താൻ ബാവുമാണ്, പുള്ളിയുടെ കാര്യം നമുക്കറിയാമല്ലോ. ഉണ്ണിത്താനെ പറ്റി പറയാൻ ചിരി വരികയല്ലേ. അതുകൊണ്ട് ഉണ്ണിത്താൻ പിന്നെ ഔദ്യോഗികമായി ഇങ്ങനെ വല്ല സാധനമൊക്കെ കൊടുത്ത പുള്ളിയെ പിടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടേ, ഒരു അതിനകത്തുള്ള സിനിമാടന്മാരെല്ലാം ജീവനം കൊണ്ട് ഓടി ഉണ്ണിത്താൻ ചെല്ലുന്ന അറിഞ്ഞപ്പം. അതാണ് ഉണ്ണിത്താൻ ആരാന്ന് ഉണ്ണിത്താൻ അറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കും ആളുകൾ ആരെങ്കിലും. എന്തായാലും PC ജോർജ് പുറകോട്ടില്ല, 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നതിനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പോൾ പീപ്പിളിനോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ചർച്ച ചെയ്യാൻ ഈ വിഷയമാണ് ഇപ്പോൾ ഉള്ളത്. PC ജോർജ് ഇപ്പോഴും സർക്കാരിന്റെ ചീഫ് വിപ്പായി തുടരുന്നു. കൗതുകകരം. ഈ ചർച്ചയിലേക്കാണ് പോകുന്നത്. ശ്രീ മായിൻ ഹാജി കോഴിക്കോട്ടുണ്ട്, ശ്രീ ഭാസ്കരപിള്ള ആലപ്പുഴയിൽ, ശ്രീ മനോജ് കുമാർ തിരുവനന്തപുരത്ത്. ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ മായിൻ ഹാജി, അഴിമതിക്കെതിരെ പോരാടുന്നവർക്ക് UDF-ൽ സ്ഥാനമില്ലേ? KB ഗണേഷ് കുമാറിന്റെ അനുഭവം. ഇപ്പോൾ ഇതാ PC ജോർജ് പറഞ്ഞിരിക്കുന്നത് അഴിമതിയുടെ കറ മാറ്റി തിരിച്ചെത്താൻ മാണിസാർ തയ്യാറാകേണ്ടിയിരുന്നു, അതിന് രാജിവെക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞതിന് ഈ കോലാഹലം, ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ UDF-ൽ അങ്ങനെ വലിയൊരു കോലാഹലമില്ലല്ലോ. മുന്നണികളിലെ ഘടകകക്ഷികളിലെ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ സ്വാഭാവികമല്ലേ ലാൽ? അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ UDF നേതൃത്വം നടത്തുന്നുണ്ട്. ചോദ്യം, ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് സമയത്തിന് പരിമിതിയുണ്ട്. അങ്ങ് ഇപ്പോൾ പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, ഇത് ആരെങ്കിലും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ടതോ ഒതുക്കി തീർക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല, ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ട കാര്യമാണ്. അഴിമതിയാണ് പ്രശ്നം. അതിൻ്റെ കാര്യത്തിൽ ഏതോ പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നം പോലെയല്ല. UDF-നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഉണ്ടാകുന്നത്. മാണിസാർ അദ്ദേഹത്തിനെതിരായ ആരോപണം ഉയർത്തിയവരെ പുറത്താക്കാൻ വേണ്ടി UDF-നെ സമീപിക്കുന്നു. ആ കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് എന്താണ് നിലപാട്? നിങ്ങളുടെ പാർട്ടിക്ക് എന്താണ് നിലപാട് ഈ അഴിമതിയുടെ കാര്യത്തിൽ? അഴിമതിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ UDF-ന് ഒറ്റക്കെട്ടായ ഒരു നിലപാടാണ്. ഞങ്ങൾ ഒരു അഴിമതിയെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. നിങ്ങൾ അഴിമതി ആരോപിച്ചാൽ അത് അഴിമതിയാവില്ലല്ലോ, തെളിവ് വേണ്ടേ? അഴിമതിയിൽ ശിക്ഷിക്കപ്പെടണ്ടേ? ശിക്ഷിക്കപ്പെട്ട ആളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ, ഇപ്പം അദ്ദേഹം ഇല്ല, അത് വേറെ കാര്യം. അഴിമതി എന്ന് പറഞ്ഞ് എല്ലാറ്റിനും അഴിമതി എന്ന് പറയുന്ന പ്രതിപക്ഷ ശൈലിക്കനുസരിച്ച് ഇവിടുത്തെ ഗവൺമെന്റിനോ ഗവൺമെന്റിൽ പങ്കാളികളായ കക്ഷികൾക്കോ. അങ്ങ് അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാകുക ആരെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് അവർ മറുപടി പറയട്ടെ. പക്ഷേ അഴിമതിയുടെ പേരിൽ നിയമത്തിന്റെ മുമ്പിൽ പോയി വർഷങ്ങളോളം പോരാടി ശിക്ഷ കിട്ടുന്നതിനെക്കുറിച്ചുള്ള കാര്യത്തെക്കാൾ ഉപരിയായി ജനങ്ങളുടെ മനസ്സിലെ വിശ്വാസം കാത്തുരക്ഷിക്കേണ്ട അവസ്ഥ, അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന PC ജോർജിനെ പോലുള്ളവർ എന്നാണ് PC ജോർജിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനല്ല സ്ഥാനം. അതൊക്കെ മാറി നിൽക്കട്ടെ, സാങ്കേതിക കാര്യങ്ങൾ മുമ്പിൽ വരട്ടെ, അല്ലെങ്കിൽ അതേതോ പാർട്ടിയുടെ കാര്യം UDF-ന്റെ കാര്യമല്ല എന്നാണോ പറയുന്നത്?
ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ലാലെ 1 കോടിയുടെ കാര്യമല്ലേ, 374 കോടിയുടെ കാര്യം ചർച്ച ചെയ്യുകയും അതിനനുകൂലമായി ആ പാർട്ടിയിലെ വലിയ നേതാവ് പറയുകയും ആ വലിയ നേതാവ് പാർട്ടി വിരുദ്ധനെന്ന് തീരുമാനിക്കുകയും വിഷയം വേറെയായിരുന്നു ശ്രീ മായിൻ ഹാജി. തുകയുടെ വലിപ്പമാണോ പ്രശ്നം? 374ന്റെ കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുപോലെ ഒരു 375 ആയിട്ട് ഇനി ചർച്ച ചെയ്യാം, ഓരോരോ കോടിയായിട്ട് വരട്ടെ എന്നുള്ളതാണോ? കോടികൾ കുറഞ്ഞു പോയതിന്റെ പ്രശ്നമാണോ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാത്തത്? ഈ 1 കോടി ഇവിടെ കാര്യമായി ചർച്ച ചെയ്യട്ടെ. 374 ചർച്ച ചെയ്തതിന്റെ ഒരു ചെറിയ % ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ വരട്ടെ, തെളിവ് വരട്ടെ, ചർച്ച ചെയ്യട്ടെ. അത് നിയമത്തിന്റെ കാര്യത്തിൽ ശ്രീ മായിൻ ഹാജി, ഇതിപ്പോ ഇന്നത്തെ ദിവസം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊറാട്ട നാടകമാണ്. അവിടെയാണ് ഇത് കോടതികളിൽ ചർച്ച ചെയ്യുന്ന കാര്യമല്ല, നിയമത്തിന്റെ മുമ്പിൽ വരുന്നതല്ല. എന്തിന് PC ജോർജ് ഇന്നലെ പൂഞ്ഞാറിൽ നിന്ന് ഇവിടെ പറന്നെത്തി മുഖ്യമന്ത്രിയെ കണ്ടു? താങ്കളുടെ നേതാവും ശ്രീ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും കൂടി അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് എന്താണ് ചർച്ച ചെയ്തത്? എന്തായിരുന്നു ഇത്രമാത്രം ഇന്ന് സർക്കാർ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്രയധികം വെളുപ്പാങ്കാലം തൊട്ട് ഈ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ എന്തായിരുന്നു അവിടെ? നിങ്ങൾ മാത്രമല്ലല്ലോ, ജനങ്ങളൊട്ടാകെ കണ്ടതാണ്. ജനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ടാവട്ടത്തിലുള്ള സ്ഥലത്തുള്ളവരല്ല, കേരളത്തിലെ ജനത, ലോകത്തുള്ള മലയാളികൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. രാവിലെ 11 മണിയോടെ ഈ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി ആവശ്യമായ തീരുമാനങ്ങളും എടുത്ത് UDF നേതാക്കൾ അവരുടെ പണിക്ക് പോയിട്ടുണ്ട്. ലാലെ, നിങ്ങൾ എവിടെയാണ്? ശ്രീ മായിൻ ഹാജി, അതിനുശേഷം TV ഓഫാക്കി ഇരുന്നുകൊണ്ടാണ് ഇത് കാണാത്തത്. ഇപ്പോൾ 5 മിനിറ്റ് മുമ്പ് PC ജോർജ് പറഞ്ഞു നിർത്തിയത്, അതിനു മുമ്പ് KM മാണി സാർ പറഞ്ഞു നിർത്തിയത്, ഇതെല്ലാം തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിട്ടുണ്ടാകും. അപ്പം തന്നെ മായിൻ ഹാജി താങ്കൾ TV ഓഫ് ചെയ്തു. അതല്ല, അതിനുശേഷം പ്രശ്നം ഇപ്പോൾ രൂക്ഷമായി. മാണി സാർ പറഞ്ഞതിനെ എല്ലാം ഇതാ PC ജോർജ് എതിർത്തിരിക്കുന്നു. മാണി സാറും ശക്തമായി നിൽക്കുകയാണ്. ഞാൻ താങ്കളുടെ TV-യിൽ താങ്കൾ ഇപ്പോൾ ശ്രീ PC ജോർജ് അവരുടെ വിചാരണ ചെയ്ത് എന്നെ അത് മുഴുവൻ കേൾപ്പിച്ചല്ലോ. താങ്കൾ ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ബാർ കോഴ എന്ന് പറയുന്ന ആ സംഗതിയെ സംബന്ധിച്ച് ശ്രീ PC ജോർജിനെ കൊണ്ട് താങ്കൾ പറയിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ഇതൊക്കെ എല്ലാവരും കണ്ടതാ, ആ മറുപടിയൊക്കെ കേട്ടിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ശ്രീ മായിൻ ഹാജി, ഒറ്റ ചോദ്യമാണ് ഞാൻ തുടക്കം തൊട്ട് താങ്കളോട് ചോദിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്കൾ ആ മറുപടി തന്നാൽ, UDF-ന് അഴിമതിയുടെ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടി കയ്യാലപ്പുറത്തിരിക്കുന്നത്, കേരള കോൺഗ്രസ് ബി ഇരിക്കുന്നതിന് കാരണം അഴിമതിക്കെതിരെ അവർ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം PC ജോർജ് കയ്യാലപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം UDF-ൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ലേബലിൽ വേണ്ട എന്ന് മാണി സാർ തുറന്നു പറഞ്ഞു. കാരണം അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞു ബാർ കോഴയുടെ പേരിൽ. ഇതാണ് ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാട് എന്ത്? ഇത് നിങ്ങൾ രഹസ്യമായി ചർച്ച ചെയ്യുമെന്നാണോ നിങ്ങളുടെ മറുപടി? ഞാൻ താങ്കൾക്ക് താങ്കളുടെ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി തന്നിട്ടുണ്ട്. ഞങ്ങൾ അഴിമതിയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഞങ്ങൾ ഭരിക്കുന്നവരെന്നുള്ള നിലയിൽ ഞങ്ങളോട് വിരോധമുള്ള എല്ലാവരും പലരെ സംബന്ധിച്ചും അഴിമതി എന്ന് വിളിച്ചു പറയും. അതിനനുസരിച്ച് ഭരണം നിർത്തി പോകാൻ സാധിക്കില്ല. ജനങ്ങൾ ഏൽപ്പിച്ചതാണ്. പറയുന്നവർ അതിൻ്റെ തെളിവ് കൊണ്ടുവരട്ടെ. അത് കൊണ്ടുവന്നതിന് ശേഷം ആ കാര്യം പറയാം. അഴിമതി എന്ന് പറയുമ്പോഴേക്ക് എല്ലാം ഇട്ടേച്ച് പോകണമെന്ന് താങ്കളെ കൊണ്ട് മായിൻ ഹാജി ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ മനോജ് കുമാർ, എന്താണ് UDF-ൽ ഇപ്പോൾ നടക്കുന്നത്? PC ജോർജിന്റെ ഇന്നത്തെ നിലപാട് കൂടി നോക്കുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതാണോ ശരിയാകുന്നതായി മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും UDF-നെ സംബന്ധിച്ച് UDF-ന്റെ ഒരു ജീർണത, അതിൻ്റെ ഒരു മൂല്യച്യുതിയാണ് ഈ കാണുന്നത്. കാരണം കാലാകാലങ്ങളായി അതിനകത്ത് എന്തെങ്കിലും ആ മുന്നണിയിലുള്ള ഏതെങ്കിലും മന്ത്രിമാരെക്കുറിച്ചോ ഏതെങ്കിലും നേതാക്കന്മാരെക്കുറിച്ചോ ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ആ മുന്നണി നേതൃത്വം പോകുന്നതിൻ്റെ അപകടമാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഈ മുന്നണി എത്തിയത്. ബഹുമാനായ മുഖ്യമന്ത്രി എല്ലാ കാലത്തും പറയും മുന്നണിക്കകത്തൊരു കോട്ടവും വരില്ല, മുന്നണിയിൽ നിന്ന് ഒരാളും പുറത്തു പോകില്ല എന്ന് പറയും. ബഹുമാനായ ബാലകൃഷ്ണപിള്ള സാറുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ തന്നെ ആ മുന്നണിയുടെ മൂലക്കല്ല് ഇളകിക്കഴിഞ്ഞു. ഇനി ഓരോന്നോരോന്നായി കല്ലുകൾ ഇളകി ഈ മുന്നണി സംവിധാനം തകർന്ന് തരിപ്പണമാകുന്ന
കാഴ്ച കേരളത്തിലെ ജനം കാണും. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ അഴിമതി കണ്ടു മടുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ശ്രീ ബഹുമാനായ PC ജോർജ്, അദ്ദേഹം ചീഫ് വിപ്പും കൂടിയാണ്, അദ്ദേഹം ഈ ഒരു നിലപാടെടുത്ത് പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകത അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനോജ് കുമാർ, ഇന്ന് ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അവസരം ശരിക്കും PC ജോർജ് വിനിയോഗിക്കുന്നില്ല, ഇത് നല്ല അവസരമാണ് എന്നുള്ള അർത്ഥത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, അങ്ങനെ പറയാൻ കാരണം UDFന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് UDF നിന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരായി പുറത്തു വരേണ്ടത് ഈ ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരേണ്ടത് ജനങ്ങളുടെ പ്രശ്നമായി കണക്കിലെടുത്തുകൊണ്ട് പല നേതാക്കന്മാരും പല MLA-മാരും മന്ത്രിമാരും ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതാണ് ആവശ്യം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഹുമാനായ ചീഫ് വിപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് ഈ കൂറുമാറ്റം വരുമോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിനുണ്ടാകും. അതിനാണ് അദ്ദേഹം അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ പഴയ കേരള കോൺഗ്രസ് സെക്യുലർ റിവൈവ് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനും ഒത്താൽ അതിൽ നിന്ന് 1-2 MLA-മാരെ കൂടി കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നതാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. മാത്രവുമല്ല, മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളവും യാതൊരു കാരണവശാലും ചീഫ് വിപ്പിനെ സഹായിക്കാൻ പറ്റില്ല. ഈ സഹായമെല്ലാം അടുത്ത ഏപ്രിൽ മാസം 20-ാം തീയതി വരെ മാത്രമായിരിക്കും. അത് ബഹുമാനായ ചീഫ് വിപ്പിന് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. 20-ാം തീയതി നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ 36 വോട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കും അത് കഴിഞ്ഞുള്ള 36 വോട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കുമാണ്. ഈ 2 സീറ്റും UDFനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഏത് രീതിയിലും 20-ാം തീയതി വരെ ഇത് തള്ളിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഒരു നയം. തീർച്ചയായിട്ടും ശ്രീ ഭാസ്കരപിള്ള അതാണ് അറിയേണ്ടത്. ശ്രീ PC ജോർജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. 20-ാം തീയതി വരെ രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുമ്പോൾ കിട്ടേണ്ട വോട്ടിന് വേണ്ടി പറഞ്ഞു നിർത്തുക, അതല്ലെങ്കിൽ അടുത്ത ഏപ്രിൽ വരെ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടാകും, അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണോ ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ഇപ്പം ചെയ്യേണ്ടത്? കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനമെങ്കിലും അഴിമതി പാർട്ടി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അന്ന് വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോഴും അദ്ദേഹം ഏക വൈസ് ചെയർമാൻ അതും കൊണ്ടു നടക്കുന്നു. ശ്രീ ഭാസ്കരപിള്ള, കേരള കോൺഗ്രസ് പാർട്ടി ഒരു അഴിമതി പാർട്ടിയാണെന്ന് PC ജോർജ് പറഞ്ഞില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ഒരു അഴിമതി ആരോപണത്തെ നേരിടുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അഴിമതി ആരോപണത്തെ നേരിടുന്ന ചെയർമാൻ അത് ഉചിതമായ രീതിയിൽ വേണ്ട സമയത്ത് ചെയ്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം എന്നുള്ള രീതിയിലാണ് PC ജോർജ് അഭിപ്രായം പ്രകടിപ്പിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടി അഴിമതി പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ ഭാസ്കരപിള്ള, അതല്ലല്ലോ നമ്മുടെ പ്രധാന ചോദ്യം. എന്തുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ ഇങ്ങനെയുള്ള മുൾമുനയിൽ ആളുകളെയൊക്കെ നിർത്തി ശ്രീ ജോർജ് എന്ന അഴിമതിക്കെതിരെ പോരാടുന്ന ഈ പടനായകൻ എന്തോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് ഇപ്പോൾ ഈ 9 മണി ആകാൻ പോകുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? അല്ല, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ് PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജനാധിപത്യ പാർട്ടിയായ കേരള കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്നുള്ള രീതിയിൽ വൈസ് ചെയർമാൻ കൂടിയായ PC ജോർജ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പാർട്ടിയിൽ പറഞ്ഞത് അവിടെ ചർച്ച ചെയ്യാത്തതുകൊണ്ട് അത് പാർട്ടിക്ക് പുറത്തു പറയേണ്ടതായിട്ട് വന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. KM മാണി കൈക്കൂലി വാങ്ങിയെന്നോ കോഴ ആരോപണത്തിൽ തെളിവുണ്ടെന്നോ ഒന്നും PC ജോർജോ ഞങ്ങളാരും തന്നെ പറഞ്ഞിട്ടില്ല. മറിച്ച് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ ഒരു വിഭാഗമെങ്കിലും ഈ കോഴ ആരോപണത്തിൽ KM മാണിക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള ശ്രമമാണ്. ആ ശ്രമം നടത്തി കേരളത്തിലെ ജനങ്ങളുടെ പരിപൂർണമായ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജോർജ് ആണെന്ന് KM മാണി ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ കത്ത് കൊടുത്തിരിക്കുന്നു. ചീഫ് വിപ്പ് ഞങ്ങൾ കൊടുത്ത സ്ഥാനം ഇനി അദ്ദേഹത്തിന് വേണ്ട, ശിക്ഷ കൊടുത്തിരിക്കുകയാണ്, ചെറിയ ശിക്ഷ. ഇനി ചീഫ് വിപ്പ് സ്ഥാനം വേണ്ട, UDF യോഗത്തിലും പങ്കെടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ കത്ത് കൊടുത്താൽ പിന്നെ PC ജോർജിന് എന്ത് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാന് ഇപ്പോൾ അങ്ങനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് PC ജോർജിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുക്കാനുള്ള അവകാശമില്ല. മറിച്ച് ഇന്ന് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും ജോസഫിന്റെ
പറഞ്ഞോട്ടെ, പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് സെക്യുലറും മൂന്നും കൂടെ ഒരുമിച്ച് ചേർന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. അത് യോജിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചില കരാറുകൾ ഉണ്ടായിരുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പാർട്ടിക്ക് ഭരണഘടന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭാസ്കരപിള്ള, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരൊറ്റ പാർട്ടി 2 ചിഹ്നത്തിൽ മത്സരിച്ച പി സി ജോർജ് ആണ്, UDF-നൊപ്പം നിന്ന ആളാണ്. അതൊക്കെ അനുസരിച്ചുള്ള സാങ്കേതികത്വം മാണി സാറിന് പറയാൻ പറ്റും ശ്രീ ഭാസ്കരപിള്ള? അല്ല, അത് സാങ്കേതികത്വമാണോ? പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ പ്രായോഗിക കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുക? അങ്ങനെയാണ് അടുത്ത എന്താണ് ആ പ്രായോഗിക നടപടി? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന്റെ പുതിയ മന്ത്രിസഭ ഉണ്ടായപ്പോൾ അന്ന് കേരള കോൺഗ്രസിൻ്റെ 3 ആളുകൾക്ക് 3 സ്ഥാനങ്ങൾ നൽകി. ബഹുമാനപ്പെട്ട ശ്രീ KM മാണിക്ക് ധനകാര്യ വകുപ്പ്, ബഹുമാന്യ ശ്രീ പി ജെ ജോസഫിന് ഇറിഗേഷൻ വകുപ്പ്. അത് കഴിഞ്ഞ് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് സാഹചര്യമാണെന്നുള്ളത് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ പി സി ജോർജിന് UDF ആണ് ചീഫ് വിപ്പ് സ്ഥാനം നൽകിയത്. കേരള കോൺഗ്രസിന് ആവശ്യപ്പെട്ടത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രം അസംബ്ലിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാത്രമേ മാറാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ പറ്റാത്ത അത് വേണ്ട എന്നാണ് അറിയേണ്ടത്. പി സി ജോർജ് പറയുന്ന ഈ പ്രായോഗികമായ കാര്യങ്ങൾ UDF തീരുമാനിക്കുമോ? UDF അതിന് അനുവദിച്ചു കൊടുക്കുമോ? പിന്നെ പി സി ജോർജ് എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ഇപ്പോൾ പറയുന്ന പോലെ ഈ കൂറുമാറ്റത്തിൻ്റെ പ്രശ്നമാണോ ഇപ്പോൾ ഉള്ളത്? ചർച്ചയിലേക്ക് ശ്രീ മായിൻ ഹാജി, UDF-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഒന്നുകിൽ പി സി ജോർജിനെ പുറത്താക്കണം, അല്ലെങ്കിൽ KM മാണി സാറിനോട് ശക്തമായിട്ട് പറയണം. ഇതൊന്നും സാധിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ തന്നെ നോക്കിയാൽ KB ഗണേഷ് കുമാർ ഇല്ല, UDF-ന്റെ കൂടെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പില്ല. G കാർത്തികേയൻ പോയ ഒരു ഒഴിവാണ്, അവിടെ വോട്ടില്ല. പി സി ജോർജിൻ്റെ വോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ പഴയ 72ലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീ മായിൻ ഹാജി കേൾക്കുന്നുണ്ടോ? ശ്രീ മായിൻ ഹാജി, ഇപ്പോൾ ഞങ്ങൾ ഈ ബഹുമാനപ്പെട്ട കാർത്തികേയൻ മരിച്ചു പോയത് ആരും കുറ്റല്ല, അദ്ദേഹം മരിച്ചു പോയതാണ്. ഞങ്ങൾക്ക് കിട്ടിയ അല്ല, അത് ആയിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട ലാൽ അത് പറഞ്ഞല്ലോ. ഞങ്ങളൊക്കെ എപ്പോഴും ആ വേദനയിൽ നിന്നും മുക്തമായിട്ടില്ല. കാർത്തികേയനെ പോലെയുള്ളൊരു നേതാവിൻ്റെ അഭാവത്തിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ കാർത്തികേയൻ വിട പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതേ വോട്ടിൽ ഇവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കും, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അല്ല, ഇതൊന്നും നടക്കില്ല എന്നല്ല ശ്രീ മായിൻ ഹാജി പറഞ്ഞത്. ആ ഉറപ്പിച്ച് നിങ്ങൾക്ക് വോട്ട് നടക്കും, കിട്ടുമെന്നൊക്കെ പറയാൻ പറ്റുന്ന ആ രാഷ്ട്രീയമാണ്. ഇപ്പൊ തന്നെ അറിയാലോ, പി സി ജോർജിനെ KM മാണി പറഞ്ഞിട്ടും കൈവിടാൻ പറ്റുന്നില്ല. അദ്ദേഹം അഴിമതിക്കെതിരെ ഇനി എന്തൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞാലും വിടില്ല, കൈവിടാൻ പറ്റില്ല. കാരണം രാജ്യസഭാ സീറ്റ് വേണം, അത് ജയിക്കണം, അതിന് വോട്ട് വേണം. അടുത്ത ഏപ്രിൽ വരെ ഭരണം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകണം. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും സഹിക്കുക, കൊണ്ടുപോവുക. പി സി ജോർജിൻ്റെ അഴിമതിക്കെതിരെയുള്ള നിലപാടാണ് ഞങ്ങളുടെയും നിലപാട്, എല്ലാവരുടെയും നിലപാട് അതാണ് മുന്നണിയിൽ. പി സി ജോർജ് ഇപ്പോഴും മാണി സാർ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ താങ്കൾ ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ താങ്കൾ മായിൻ ഹാജി? പി സി ജോർജ് ഇനി UDF-ൽ വേണ്ട എന്ന് മാണി സാറ് പറഞ്ഞു, അതെങ്കിലും സമ്മതിക്കുമല്ലോ. ചീഫ് വിപ്പ് ആക്കാൻ പറ്റില്ല എന്ന് മാണി സാറ് പറഞ്ഞു. അങ്ങനെ മാണി സാർ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട, എൻ്റെ അപ്പനാണോ എന്നാണ് ചോദിച്ചത്. ബ്രേക്കിംഗ് ന്യൂസ് അതാ പോകുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചോളൂ, ഇത്രയൊക്കെ നടന്നുള്ളൂ. മറ്റേ കിലുക്കം സിനിമയിൽ രേവതി പറഞ്ഞതുപോലെ. അല്ല, രേവതിനൊന്നും പറയണ്ടല്ലോ, രാഷ്ട്രീയക്കാർ തന്നെ പറയാലോ. പിതൃശൂന്യം, പിന്നെ അന്നം തിന്നുന്നവർ എന്നൊക്കെ അതൊക്കെ നമുക്ക് വേറൊരു കണക്ക് വരുമ്പോൾ ചോദിക്കാം, അപ്പുറത്തെ ആളുകൾ വരുമ്പോൾ ചോദിക്കാം. ഇപ്പൊ അപ്പുറത്തെ ആളില്ലാത്ത പോസ്റ്റ് കയറി ഗോൾ അടിക്കല്ലേ ശ്രീ മായിൻ ഹാജി? ഇവിടെ ഇതാണ് കാര്യം. ഈ പറഞ്ഞ പി സി ജോർജിനെതിരെ KM മാണി നിൽക്കുന്നു. അങ്ങനാണെങ്കിൽ KM മാണി സാറിന്റെ ഒരാളെയും നിർത്താതെ അദ്ദേഹത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന താങ്കൾക്ക് ഇത് പറയാനുള്ള അവകാശം എന്താ? അതെന്നെ ഓർമ്മിപ്പിച്ചത് നന്നായി. KM മാണി സാർ വന്നാൽ പോലും വളരെ സന്തോഷം. KM മാണി സാറിന്റെ പാർട്ടിയിൽ നിന്ന്
കെ.എം. മാണി സാറിന് വേണ്ടി വാദിക്കാൻ ആരും വരുന്നില്ല. അവിടെ ചിലരുടെ നിശബ്ദത, ശ്രീ പി.സി. ജോർജ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വന്നിരുന്ന വക്കീലന്മാർ എടുത്തിരിക്കുന്ന തീരുമാനം ഞങ്ങളുടെ നിശബ്ദത ചർച്ച ചെയ്യട്ടെ, ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കൾ വരാതിരിക്കുന്നത് ചർച്ചയാകട്ടെ എന്നാണ് അവർ പറയുന്നത്. ആ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീ മായിൻ ഹാജി, ശ്രീ മാണിക്ക് വേണ്ടി പറയാൻ ആരും വരുന്നില്ല. ഏതായാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയ ആ നിമിഷം മുതൽ ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മൂത്രമൊഴിക്കാൻ പോകുന്നത് നോക്കി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ആളുകൾ നിരാശരായതുപോലെ ഈ ഗവൺമെന്റ് താഴെ വീഴുമെന്ന് വിചാരിച്ച് നടക്കുന്നവർ ഇനിയും നിരാശരാകും. ഇതിൽ കക്ഷികളും എന്റെ ചോദ്യത്തിന് ഉത്തരം അതല്ല. അവരൊക്കെ നിരാശരാകും. അവരെങ്ങനെയാ നിരാശരാകുന്നത്? അഴിമതിക്കെതിരെ പോരാടുന്ന ആളുകൾ, സ്വന്തം സർക്കാരിലുള്ള ആളുകൾക്കെതിരായി ആരോപണം പറയുന്നവരെ ഒക്കെ കൂടെ നിർത്തുക വല്ലാത്തൊരു തന്ത്രമാണ്. ഇനിയിപ്പോൾ SJDയെ കൂടെ നിർത്തണം, RSPയെ കൂടെ നിർത്തണം, കേരള കോൺഗ്രസിലെ പല ഗ്രൂപ്പുകളെ കൂടെ നിർത്തണം. ഇതെല്ലാം ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഇവരെയൊക്കെ നിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിർത്തിപ്പോകുന്നു. ഉത്തരങ്ങൾ പറയില്ല, പക്ഷെ ഇവരൊക്കെ കൂടെ ഉണ്ടാവും, ഭരണം മുന്നോട്ട് പോകും. ഇത് മാത്രമല്ലേ ഉള്ളൂ. അഴിമതിക്കെതിരെ സ്റ്റാൻഡില്ല, അല്ലേ ശ്രീ മായിൻ ഹാജി? ഞാൻ താങ്കൾ ചോദിച്ചതിന് മുഴുവൻ മറുപടി തരാം. താങ്കൾ അതിനെനിക്ക് സമയം തരണം. അതിനു മുമ്പ് നേരത്തെ താങ്കൾ എന്നോടൊരു ചോദ്യത്തിലൂടെ ചോദിച്ചുകൊണ്ട് താങ്കൾ അങ്ങ് പോയിരുന്നു. എന്താ പറഞ്ഞു? ഇവിടെ ഒരു കീഴ്വഴക്കം പാലിക്കേണ്ടതെന്ന്. അഴിമതിക്കെതിരെയുള്ള കീഴ്വഴക്കം ഏതാണ് പാലിക്കേണ്ടത്? ഇവിടുത്തെ ഒന്നാമത്തെ ഗവൺമെന്റിനെതിരെയുള്ള ആന്ധ്രാരി കുംഭകോണത്തിലെ കീഴ്വഴക്കമാണോ പാലിക്കേണ്ടത്? ശ്രീ മായിൻ ഹാജി, സമയം തരാൻ നിവൃത്തിയില്ല. ഇത് മായിൻ ഹാജിയുടെ തന്ത്രമായി മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അങ്ങയിലേക്ക് തിരിച്ചു വരാം. സമയം വളരെ പരിമിതിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, എന്താണ് കെ.എം. മാണിക്ക് വേണ്ടി സംസാരിക്കാൻ, ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. കെ.എം. മാണിക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വക്കീലന്മാർ വരുന്നില്ല. പി.സി. ജോർജിന്റെ കൂടെ നിൽക്കുന്ന ശ്രീ T.S. ജോണും ഇപ്പോൾ ശ്രീ ഭാസ്കര പിള്ളയും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. UDF-ൽ പി.സി. ജോർജിനെതിരെ, അല്ലെങ്കിൽ പി.സി. ജോർജിന്റെ വിഷയമാണെങ്കിൽ ചർച്ച ചെയ്യാനാണെങ്കിൽ കോൺഗ്രസിലെ പല വക്താക്കളും പോണ്ടെന്നാണ് അവിടുത്തെ തീരുമാനം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യരുത്, എന്നാൽ ഈ രീതിയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് പി.സി. ജോർജും കെ.എം. മാണിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച് ഈ രീതിയിൽ UDF-നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഇത് മുഖ്യമന്ത്രിയുടെ ഒരു അടവാണോ? ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക? രാജ്യസഭാ സീറ്റ്, ഡെപ്യൂട്ടി സ്പീക്കർ, അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് പറ്റുമെങ്കിൽ അടുത്ത ഏപ്രിൽ വരെ. അതെ, പല തന്ത്രങ്ങളും ഉണ്ട് UDF നേതൃത്വത്തിന്. എനിക്ക് തോന്നുന്നു ആ തന്ത്രങ്ങളിൽ ഒന്നാണ് കുറച്ചും കൂടെ സമയം അത്യാവശ്യമാണ് എല്ലാവർക്കും, താല്പര്യ കക്ഷികൾക്ക് എല്ലാവർക്കും, ബന്ധപ്പെട്ട നിലയാംഗങ്ങൾക്കെല്ലാം. കെ.എം. മാണിക്ക് മാത്രം തിടുക്കമുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം, ഉടനെ തന്നെ പി.സി. ജോർജിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്ന ആവശ്യത്തിലാണ്. പലതവണ അന്ത്യശാസനം കൊടുത്തു, എന്നിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ ഒരു നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടിയായിരിക്കണം. പക്ഷേ എന്തുകൊണ്ട് ലാലിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് മാണിക്ക് വേണ്ടി പറയാൻ ആളില്ല എന്നുള്ളത്. എനിക്കൊന്ന് കേരള കോൺഗ്രസ് പഴയ കേരള കോൺഗ്രസ്സൊന്നും അല്ല. നല്ല നേതാക്കന്മാരും നല്ല വക്താക്കളും ഒന്നും കേരള കോൺഗ്രസ്സിനില്ല. അത് കേരള കോൺഗ്രസ് വർഷങ്ങളായിട്ട് തളർന്നും ക്ഷീണിച്ചും ബലഹീനമായും ഒക്കെ ഇങ്ങനെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം പിളർപ്പുകൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും സ്വന്തം നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന പിളർപ്പുകൾ, പാർട്ടിക്കകത്ത് നേതാക്കന്മാർ തമ്മിലുണ്ടായ സംഘടനകൾ എല്ലാം തനിക്ക് വേണ്ടി എന്നുള്ള നിലപാടുകൾ സ്വീകരിച്ച നേതാക്കന്മാർ, ഇവരൊക്കെ കൂടി കേരള കോൺഗ്രസിൻ്റെ അന്തസത്തയും അതിൻ്റെ വ്യക്തിത്വത്തെയും കാലാകാലങ്ങളിൽ നശിപ്പിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കണം ഒരുപക്ഷെ കെ.എം. മാണി അനുഭവിക്കുന്നത്. ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇതുവരെയും ജോസഫ് ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങി പടവെട്ടി കോൺഗ്രസ്സുകാരോടും മറ്റാൾ പ്രതിയോഗികളോടുമൊക്കെ. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ഒരു അർത്ഥഗർഭമായ ഒരു മൗനം തന്നെയാണ്. ജോസഫ് ഗ്രൂപ്പുകാർ എന്തേ മിണ്ടാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അവർക്കും അവരുടേതായ രാഷ്ട്രീയം കാണും. ഈ നിശബ്ദതയ്ക്ക് പിന്നിലും കേരള കോൺഗ്രസിനകത്തൊരു പുതിയ രാഷ്ട്രീയം ഉരുണ്ടുകൂടുകയാവാം. തീർച്ചയായിട്ടും അതിൻ്റെ അവസാനം കൂടി എങ്ങനെയാകും എന്നുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയാൽ ഉടനെ തീരുമാനമെടുക്കും എന്നാണ് ശ്രീ കെ.എം. മാണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം മറുത്തൊന്നും തീരുമാനിക്കാനില്ലല്ലോ. കത്ത് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഇതെന്തായാലും ചീഫ് വിപ്പ് സ്ഥാനം പോകേണ്ടത് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പി.സി. ജോർജ് ഇനി എന്ത് ചെയ്യാനാണ്? എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ? അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കത്ത് പൊക്കി കാണിക്കുക എന്നുള്ളതല്ലാതെ സ്ഥിരം പരിപാടികൾ ഇങ്ങനെ ചിലപ്പോൾ CD പൊക്കി കാണിക്കും, ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട്? ഇനി അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്?
ജോർജിനും വലിയ ആശങ്കയുണ്ട്. ജോർജിൻ്റെ ഇപ്പോഴത്തെ വർത്തമാനം ജോർജിനും വലിയ ആശങ്കയുണ്ട്. ജോർജ് എങ്ങോട്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു ഏക വൈസ് പ്രസിഡന്റ് ഒരു വലിയ സ്ഥാനമായിരുന്നു കഴിഞ്ഞ 5-6 വർഷമായി അദ്ദേഹം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പദവി. കേരള കോൺഗ്രസിലൊരു വലിയ ഒരു നേതൃസ്ഥാനത്തിരുന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിനകത്തൊരു സ്വാധീന വലയം കെട്ടിപ്പൊക്കാൻ കഴിഞ്ഞില്ല? അതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തെയും കേരളത്തിലെ മാർജിനലൈസ്ഡ് ആൾക്കാരെയും ഒക്കെ സംഘടിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പേരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ PC ജോർജിനെ പോലെ ഒരു സമർത്ഥനായ ഒരു നേതാവിന് അദ്ദേഹത്തിന് സാമർത്ഥ്യത്തിൻ്റെ കുറവുമില്ല, തൻ്റെ ഇടത്തിന് ഒരു കുറവുമില്ല. കേരള കോൺഗ്രസ്സുകാർ പ്രസംഗിക്കേണ്ട രീതിയിലും അതിനെക്കാട്ടും അപ്പുറത്തേക്കും പുള്ളി പ്രസംഗിക്കും. അത്രയ്ക്ക് ഒരു വലിയ ശക്തനായ നേതാവാണ് എന്നൊരു പ്രതിച്ഛായയും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേരള കോൺഗ്രസുകളുടെ ഇടയിൽ. റബ്ബർ കർഷകരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അദ്ദേഹം സജീവമായിട്ട് ഇടപെടുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് കേരള കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് ഒരു തട്ടകം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രശ്നം നേരത്തെ KM മാണിക്ക് വേണ്ടി പറയാൻ ആളില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ PC ജോർജിൻ്റെ കൂടെ നിൽക്കാൻ കേരള കോൺഗ്രസ്സുകാരില്ല. 9 MLA-മാരിൽ ജോർജിൻ്റെ കൂടെ നിൽക്കാൻ PC ജോർജ് MLA മാത്രമാണുള്ളത് എന്നും ഓർക്കണം. തീർച്ചയായിട്ടും ശ്രീ ഭാസ്കര പിള്ളയിലേക്ക് എത്താൻ മുമ്പ് കോൺഗ്രസ് വക്താവ് ശ്രീ രാജുമോഹൻ ഉണ്ണിത്താൻ കൂടി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴാണ് എത്തിയത് എന്നുള്ളതുകൊണ്ട് നമുക്ക് കോൺഗ്രസിന്റെ പ്രതികരണം ഇതുവരെ കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. ശ്രീ രാജുമോഹൻ ഉണ്ണിത്താൻ, എന്തും സഹിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൊണ്ട് PC ജോർജിനെ എങ്ങനെയും കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നു എന്നുള്ളത്. പക്ഷേ മാണി സാർ അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് അല്പം നിമിഷം മുമ്പ് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ എന്തും സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇതുവരെ ഉണ്ടായ പരിക്കുകൾ കോൺഗ്രസിനാണ്. ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അങ്ങയുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, ഒരു കോൺഗ്രസ് നേതാവ് ഓഫ് റെക്കോർഡായി പറഞ്ഞത്, പേര് പറയാൻ പാടില്ല ഓഫ് റെക്കോർഡ് ആയതുകൊണ്ട്, അടുത്ത ഏപ്രിലിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാകും ഇങ്ങനെ ആണെങ്കിൽ. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. പക്ഷേ ഇവിടെ UDF നേതൃത്വമാണ് ഈ മുന്നണിയിൽ നിൽക്കുന്ന ഓരോ ഘടകകക്ഷികൾക്കും സീറ്റുകൾ കൊടുത്തത്. അതുപോലെ തന്നെ ജയിച്ചു കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തത്, കോർപ്പറേഷൻ കൊടുത്തത്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് UDF നേതൃത്വം കൊടുത്ത 2 മന്ത്രിസ്ഥാനങ്ങളും ഒരു ചീഫ് വിപ്പ് സ്ഥാനവുമാണ്. ബാക്കി കോർപ്പറേഷനൊക്കെ അവിടെ ഇരിക്കട്ടെ. സ്വാഭാവികമായി അതിൻ്റെ നേതൃത്വത്തിന് ആ മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അവകാശമുണ്ട്, ചീഫ് വിപ്പിനെ പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീ KM മാണി UDF നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം തങ്ങൾ നൽകിയ ചീഫ് വിപ്പ് സ്ഥാനം പിൻവലിക്കുന്നതായും അതുപോലെ PC ജോർജിനെ UDF-ന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ ആക്ട് ചെയ്തില്ല ശ്രീ രാജുമോഹൻ. പറയട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായി കത്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഈ കത്ത് കിട്ടി ഇന്ന് രാത്രി കൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കത്തക്ക പ്രാധാന്യമൊന്നുമില്ല. കാര്യം ഈ PC ജോർജിനെ UDF-ന്റെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കാരണം ചീഫ് വിപ്പ് സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു മന്ത്രിയുടെ സകല ആനുകൂല്യം ഒപ്പിടാനുള്ള അധികാരം ഒഴിച്ചു ബാക്കി എല്ലാ ആനുകൂല്യവും പറ്റിക്കൊണ്ട് ഈ മുന്നണി ഗവൺമെൻറ്റിനെതിരെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ആയുധം നൽകി ഈ മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള പല നീക്കങ്ങളും അദ്ദേഹം നടത്തി. ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സഹിച്ചു ഇത്രയും കാലം? അതാണ് ശ്രീ PC ജോർജ് എന്നെ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. 4 കൊല്ലം കൊണ്ട് UDF-നെ ശിഥിലീകരിക്കാൻ ശ്രമിച്ച എന്നെ എന്തുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പുറത്താക്കിയില്ല? ലാലെ, ഞാൻ മാതൃഭൂമി ചർച്ചയിലെ ചർച്ച ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് മാതൃഭൂമിയിലേക്ക് തന്നെ പോകും. കാരണം താങ്കളിങ്ങനെ ചോദ്യം ചോദിക്കുക, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സമ്മതിക്കാതിരിക്കുക, വീണ്ടും ചോദ്യം ചോദിക്കുക. താങ്കൾ ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടാനാണെങ്കിൽ ഞാൻ ഒഴിവാകാം. മാതൃഭൂമിയിൽ അവർ ഒരു കാരണവശാലും വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനും മംഗളത്തിൻ്റെ അജിത്തും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ഇവിടെ വന്നത്. ജോർജിന്റെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് ഞാൻ ഉത്തരം പറയാൻ നിങ്ങൾ സമ്മതിക്കില്ലോ. ഞാൻ പറഞ്ഞു ഈ PC ജോർജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയിട്ടില്ല. എത്രയോ കാലമായി ഈ മുന്നണിയിലെ പലരും ആവശ്യപ്പെടുന്നു. അന്നൊക്കെ മാണി സാർ പറഞ്ഞ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഇതൊരു പൂന്തോട്ടമാണ്, ഈ പൂന്തോട്ടത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ട്, ആ പുഷ്പത്തിൽ ഒരു പുഷ്പമാണ് PC ജോർജ്. ഒക്കെ ശരിയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, മുഖ്യമന്ത്രിയാണ് UDF-ന്റെ ചെയർമാൻ,
അദ്ദേഹത്തിന് പാർട്ടി കത്ത് കൊടുത്തു. ആ കത്ത് കൊടുക്കാൻ അവകാശമുണ്ട്. ആ അവകാശത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ അതിൻ്റെതായ സമയം ആവശ്യമുണ്ട്. ചർച്ച ചെയ്ത് സാധാരണ ആളുകൾ ഇത് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, ശ്രീ VM സുധീരനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. KM മാണി സാർ പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതുപോലെ നിയമപരമായി അദ്ദേഹത്തെ തിരിച്ച് എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടല്ലോ. ഇനി മുഖ്യമന്ത്രി എന്ത് ചർച്ച ചെയ്ത് ആ നിയമം തെറ്റിക്കാനാണോ ഇപ്പോൾ നോക്കുന്നത്? എന്നാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധനാണെന്ന് പറഞ്ഞ അച്യുതാനന്ദനെ നിങ്ങൾ എന്തിനാ ഇതിനകത്തിരുത്തിയിരിക്കുന്നത്? അങ്ങേരെ എപ്പോഴേ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. എന്താ ഞാൻ ചോദിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചോദിക്കുന്നു, സമാനമായ ഒന്നാണ് സ്വീകരിക്കുന്ന അച്യുതാനന്ദൻ. അദ്ദേഹത്തെ എന്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാതെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ഇങ്ങനെ ഒറ്റയാനാക്കി മുദ്രയടിച്ച് അതുകൊണ്ട് ഈ പ്രശ്നം ഇല്ലാതാകുന്നില്ലല്ലോ. അത് മാർക്സിസ്റ്റ് പാർട്ടി ഉത്തരം പറയട്ടെ. ഇവിടെ എന്തുകൊണ്ട് ശ്രീ PC ജോർജിനെ അല്ലെങ്കിൽ ഈ UDF നിന്ന് പിൻവലിക്കാതെ, ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പിൻവലിക്കാതെ മുഖ്യമന്ത്രി ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിക്കും UDF-നും സൗകര്യം ഉള്ളപ്പോൾ മാത്രമേ PC ജോർജിനെ പിൻവലിക്കൂ. അത് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയാണ്, UDF നേതൃത്വമാണ്. അല്ലാതെ കൈരളി ചാനലിന്റെ സൗകര്യത്തിനല്ല അദ്ദേഹത്തെ പിൻവലിക്കും. വളരെ ശരിയായിട്ടുള്ള കാര്യം ശ്രീ ഭാസ്കര പിള്ള. അതാണ് മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ല ഇപ്പോ പിൻവലിക്കാൻ. കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പോ രാജ്യസഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യം, അരുവിക്കര വരുന്ന ഒരു വർഷം കൂടെ മുന്നോട്ട് പോകണം. സൗകര്യമില്ല ഇപ്പോൾ അങ്ങനെ പിൻവലിക്കാൻ. മാണി സാർ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു. ആ സൗകര്യക്കുറവ് നിങ്ങൾ മനസ്സിലാക്കി മുഖ്യമന്ത്രിയോട് സ്നേഹമുള്ള PC ജോർജ് രാജിവെച്ച് പുറത്തു പോകും. ശ്രീ ഭാസ്കർ, ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട രാജ്ഭവൻ ഉണ്ണിത്താൻ കാര്യം സൂചിപ്പിച്ചു. ഗവൺമെൻറ് ചീഫ് വിപ്പ് ആയ PC ജോർജ് നിരന്തരമായിട്ട് UDF-നെ ശല്യപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നതെന്നും എവിടെയാണ് ശല്യപ്പെടുത്തതെന്ന് പറയാൻ കഴിയുന്നില്ല. വസ്തുതാപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ PC ജോർജ് പറഞ്ഞിട്ടുണ്ടോ? PC ജോർജിൻ്റെ പ്രസ്താവനകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും UDF-ന് ഗുണപരമായ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ലേ? എല്ലാ കാര്യങ്ങളും നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് UDF-നെ ശല്യപ്പെടുത്താനായിട്ട് ഒരിക്കലും PC ജോർജ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF-ന് KM മാണി എഴുതി കൊടുത്തു ചീഫ് വിപ്പിനെ പിൻവലിക്കണം എന്ന് എഴുതി കൊടുത്തിട്ട് പോലും ഇപ്പോൾ ആ രീതിയിൽ പിൻവലിക്കാതെ തന്നെ ഒരു നിലപാടുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അത് ചെറിയ ഒരു കാര്യമായിട്ടല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ നേരത്തെ ജേക്കബ് ജോർജ് ഒരു കാര്യം സൂചിപ്പിച്ചു. കഴിഞ്ഞ 5-6 വർഷക്കാലം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനായിരുന്ന PC ജോർജിന് കേരള കോൺഗ്രസിനകത്തൊരു തട്ടകം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഈ ജേക്കബ് ജോർജ് കേരളത്തിൽ തന്നെയല്ലേ വസിക്കുന്നത്? കേരള കോൺഗ്രസിനകത്തൊരു തട്ടകം ഉണ്ടാക്കാൻ PC ജോർജിന് കഴിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ പറയാനായിട്ട് കഴിയും? അദ്ദേഹത്തിന് കേരള കോൺഗ്രസിൻ്റെതായിട്ടുള്ള തട്ടകം, കേരള കോൺഗ്രസിന് അണികളായിട്ടുള്ള തട്ടകം, അത് വളരെ വ്യക്തമായിട്ടും നല്ല അടിത്തറയും ഉള്ള തട്ടകം തന്നെയുണ്ട്. അതിന് യാതൊരു തർക്കവും വേണ്ട. ആ രീതിയിലേക്ക് പറഞ്ഞ ഒരു പരിഹാസ രൂപത്തിലേക്ക് ദയവായി പോകരുത്. ശ്രീ ഉണ്ണിത്താൻ, അവിടെ ഒരു മറുപടി താങ്കൾക്ക് പറയേണ്ടി വരും. ശ്രീ ഭാസ്കര പിള്ള പറഞ്ഞിടത്ത് ഈ പറഞ്ഞതിന് മറുപടി പറയുമ്പോൾ തന്നെ ശ്രീ ഉണ്ണിത്താൻ ഈ കാര്യത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാങ്കേതികതയല്ല ഇവിടെ പ്രശ്നം, നിയമപരമായി അല്ലെങ്കിൽ കൂറുമാറ്റത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും അല്ല ജനങ്ങൾ നോക്കുന്നത്. അഴിമതിക്കെതിരെ നിലപാടെടുത്ത ആൾ, ആ നിലയ്ക്കാണ് ഇപ്പോൾ PC ജോർജിൻ്റെ മുഖം. PC ജോർജിനെ പണ്ടേ പുറത്താക്കണമെന്ന് പലരും പറയുന്നുണ്ട്. താങ്കൾ ഇന്ന് പറഞ്ഞു, അതിന് മറുപടി പീപ്പിളിൽ അദ്ദേഹം പറയുകയും ചെയ്തു. അതങ്ങനെ ശ്രദ്ധയിൽ പെടുത്തുന്നു. അതല്ല പ്രധാന വിഷയം എങ്കിൽ കൂടി. അപ്പോൾ അഴിമതിക്കെതിരെ എന്നുള്ള ആ ഒരു കുരിശുയുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്ന PC ജോർജിനോട് എന്തിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുക പോകണം എന്ന്? അതുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുക്കാത്തത്. അല്ല, ഇതിനൊക്കെ വ്യക്തമായ മറുപടി പറയാൻ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ മറുപടി പറയുന്നില്ല. കാരണം മറുപടി പറയുന്നത് ശരിയല്ല. PC ജോർജ് ഈ മുന്നണിക്കകത്തുള്ളിടത്തോളം കാലം PC ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്യാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. താങ്കൾ ആ മുന്നണിക്കകത്തുള്ള ശ്രീ PC ജോർജിനെ പുറത്താക്കണമെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പല ചാനലുകളും, ഏതോ ചാനലൊക്കെ അത് പുറത്തു വിടുന്നുണ്ട്. ലാലെ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കാര്യം നിങ്ങളുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ കൊള്ളില്ലെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞാണ്. ഞാനിവിടെ മാതൃഭൂമിയിൽ നിന്ന് വന്നിരുന്നിട്ട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ചില കൊച്ചുകുട്ടികളുടെ ആവേശം എന്തോർപ്പിക്കുക.
ഞാൻ നിങ്ങളോട് 2-3 പ്രാവശ്യം പറഞ്ഞാണ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാൽ മര്യാദയ്ക്ക് എനിക്ക് മറുപടി പറയാൻ സമയം തരണം. അല്ല, നിങ്ങൾ അതിനകത്ത് കയറി കിടന്ന് കിളക്കരുത്. അത് തെറ്റായ കീഴ്വഴക്കമാണ്. എത്ര പറഞ്ഞാൽ ഇത് എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല അമ്മാവെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ PC ജോർജ് UDFിൻ്റെ ചീഫ് വിപ്പ് സ്ഥാനത്തിരുന്ന് എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കേരളത്തിലെ മുഴുവൻ പൊതുജന സമൂഹത്തിനും അറിയാം. അദ്ദേഹം ചീഫ് വിപ്പാണ്, UDFിൻ്റെ ചീഫ് വിപ്പാണ്, LDFിൻ്റെ അല്ല. അപ്പോൾ സ്വാഭാവികമായി UDF എന്ന് പറയുന്ന ഈ സംവിധാനത്തെ, ഈ ഗവൺമെൻറ്റിനെ പ്രതിരോധിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഇതിൻ്റെ ചീഫ് വിപ്പ്. ഒന്ന്, രാഷ്ട്രീയ ശത്രുക്കൾ ഈ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തി അവരെ കീഴ്പ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് ഈ പാർട്ടി, ഈ ഗവൺമെൻറ് ചീഫ് വിപ്പ്. ആ ഉത്തരവാദിത്വം അദ്ദേഹം ഇത്രയും കാലം നിർവഹിച്ചെന്ന് കേരളത്തിലെ ഒരു പ്രേക്ഷകൻ പറഞ്ഞാൽ ആ പ്രേക്ഷകൻ പറയുന്നത് ഞാൻ അനുസരിക്കാം. അങ്ങനെയുള്ള PC ജോർജിനെ ബഹുമാനപ്പെട്ട ഭാസ്കരപിള്ള അറിയുവാൻ ഒരു കാര്യം കൂടെ പറയാം. ബഹുമാനപ്പെട്ട ഭാസ്കരപിള്ള അറിയാൻ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൽ ഉന്നത സ്ഥാനത്തിരുന്നും കൊണ്ട് ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്ന് ഉറച്ച ഭാഷയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി PC ജോർജിനെ ലക്ഷ്യം വെച്ച് പറഞ്ഞ കാര്യം കൂടി ഭാസ്കരപിള്ളയുടെ അറിവിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. DGPക്കെതിരെ ജോർജ് നടത്തിയ പ്രസ്താവനയെക്കുറിച്ചായിരുന്നത്. പക്ഷേ ഉണ്ണിത്താൻ ഈ പറയുന്ന, ഞാൻ മറിച്ചൊരു ചോദ്യം ഞാൻ ഉണ്ണിത്താനോട് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട ഭാസ്കരപിള്ള. ഉണ്ണിത്താൻ ഇങ്ങനെ ഒക്കെ വിശേഷിപ്പിക്കുന്ന PC ജോർജിനെ 24 മണിക്കൂറുള്ള 24 മിനിറ്റിനകം പുറത്താക്കേണ്ടതല്ലേ നിങ്ങളുടെ ഗവൺമെൻറ്, നിങ്ങളുടെ ഉമ്മൻചാണ്ടി, നിങ്ങളുടെ നേതാക്കന്മാർ? എന്തുകൊണ്ട് ചെയ്തില്ല? അല്ല ജേക്കബ് ജോർജ്, നമ്മൾ ഇതൊരു മുന്നണി രാഷ്ട്രീയ സംവിധാനമാണ്. ആ സംവിധാനത്തിൽ പിന്നെ ഞങ്ങളൊരു വലിയേട്ടൻ മനോഭാവം ഒരിക്കലും കാണിക്കുന്നില്ല. ഇവിടെ ഞാൻ പറയാം, ഈ ചാനൽ ചർച്ചയിൽ തന്നെ വന്നാൽ, ചാനൽ ചർച്ചയിൽ PC ജോർജുമായി ആരെങ്കിലും പങ്കെടുത്താൽ, അത് ആരുമാകട്ടെ പങ്കെടുത്താൽ, PC ജോർജിൻ്റെ എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പിന്നെ അദ്ദേഹം സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന, ആക്ഷേപിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ ചാനലിലും. അദ്ദേഹം ചീത്ത വിളിക്കാത്തതായിട്ട് ഒരൊറ്റ ആള് മാത്രമേ ഞാൻ പറയുന്നു, ആ ആള് PC ജോർജ് മാത്രമാണ്. PC ജോർജ് ഇന്നുവരെ ആക്ഷേപിക്കാത്ത ഒറ്റ ആള് PC ജോർജാ. ആ PC ജോർജിന് കാണിക്കുന്ന സ്നേഹം, ബഹുമാനം, ആദരവ് എല്ലാവരോടും കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ പുറത്താക്കാത്തത് ഞാൻ താങ്കളോട് ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സൗകര്യം ഉള്ളപ്പോൾ പുറത്താക്കുമെന്ന്. പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുക എപ്പോൾ പുറത്താക്കുമെന്ന്. PC ജോർജ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നുള്ള രാജ്ഭവൻ ഉണ്ണിത്താൻ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ സംസാരിക്കുന്നവരോട് മാത്രമേ PC ജോർജ് മറുപടി പറയാറുള്ളൂ. അല്ലാത്തവരോട് സഭ്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കാൻ. അപ്പൊ ഡോക്ടർ ബിജു രമേശ് KM മാണിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ആരോപണം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്. ആ ബിജു രമേശിൻ്റെ തന്തയ്ക്ക് വിളിക്കുന്ന കാസറ്റ് ഞാൻ ഇപ്പോൾ ഇട്ട് കേട്ടിച്ചു തരാം. എന്തിനാ തന്തയ്ക്ക് വിളിച്ച്? അതിന് മറുപടി പറയുന്നത് അങ്ങനാണോ? മാണി സാർ അഴിമതി നടത്തിയിട്ടില്ല, അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ്, തന്തയ്ക്ക് വിളിച്ച ക്ലിപ്പിംഗ് ഇപ്പം തരാം, നിങ്ങൾ സമ്മതിക്കാവോ വിളിച്ചില്ലെന്ന്? ബിജു രമേശിന് അവസരം ഉണ്ടാക്കിയിട്ടാണ്. അവസരം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അയാൾ എന്താ പറഞ്ഞത്? KM മാണി കൈക്കൂലി വാങ്ങിച്ചു. അത് പറയാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ബാർ മുതലാളിക്ക് അവകാശമുണ്ട്. അതിന് മറുപടി പറയാതെ അയാളെ തന്തയ്ക്ക് വിളിക്കുന്ന കാര്യമുണ്ടോ? ആ പറഞ്ഞതിനകത്ത് തെറ്റാണ്. KM മാണി കൈക്കൂലി മേടിച്ചു എന്ന് പറയാനുള്ള അവകാശം ഒരു ബാർ മുതലാളിക്കില്ല. എല്ലാവർക്കും മുതലാളി കൈക്കൂലി കൊടുത്തു എന്നുണ്ടെങ്കിൽ, കൈക്കൂലി കൊടുക്കുന്ന കണ്ടു എന്നുണ്ടെങ്കിൽ, കൈക്കൂലി കൊടുക്കുന്നതിന് കൂട്ടു നിന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് പറയാം. അല്ലാതെ ഒരു ബാർ ഉടമയ്ക്ക് എങ്ങനെയാണ് KM മാണി കൈക്കൂലി മേടിച്ചു എന്ന് പറയാൻ കഴിയുന്നത്? എന്റെ ബഹുമാന്യ സുഹൃത്തെ, ഇവിടെ നടക്കുന്ന സകല ആരോപണവും അടിസ്ഥാനരഹിതമാണ്, യാതൊരു തെളിവുകളുമില്ല. പക്ഷേ ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്. പക്ഷേ ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തിന് അന്തസ്സായ മറുപടി കൊടുക്കണം, നിയമപരമായി നടപടി സ്വീകരിക്കണം. അല്ലാതെ തന്തയ്ക്ക് വിളിച്ച് വായടപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ ആർക്കും ഭൂഷണമല്ല. നമുക്ക് സമയത്തിന്റെ പരിമിതി കൂടെ ഉണ്ട്, ചില നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന് ശ്രീ മനോജ്, എന്താണ് താങ്കൾ കയ്യാലപ്പുറത്താണ് താങ്കളുടെ പാർട്ടി, ഈ കയ്യാലപ്പുറത്തേക്ക് PC ജോർജ് അനുഭവം ഗുരു എന്നുള്ളത് കൊണ്ടാകാം ഇപ്പോൾ ആലോചിച്ചിറങ്ങാൻ ശ്രമിക്കുന്നത്, അതാണോ മനസ്സിലാക്കേണ്ടത്?
ഇല്ല, ഞങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തൻ്റെ 65 വർഷക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് എൻ്റെ പാർട്ടിയെ കൊണ്ടെത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ UDFിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്ന് നോക്കുക. ഇവിടെ ബഹുമാനായ ശ്രീ ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞു UDFിന് ഒരു പ്രശ്നവുമില്ല, UDFിനെതിരെ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. ശരിയാണ്, ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് അനുകൂലമായി സംസാരിക്കാൻ കേരള കോൺഗ്രസിൽ നിന്ന് പോലും ആരും ചാനലുകളിൽ പോലും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പോലും വ്യക്തിപരമായി നമ്മളോട് പല ചാനലുകളിലും ചർച്ച ചെയ്തിട്ടുള്ളപ്പോൾ അവർ പോലും വ്യക്തിപരമായി നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത് മാണി വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്, ശ്രീ KM മാണി പൈസ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണെന്ന് അവർ സത്യസന്ധമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു കാര്യത്തെ അതിന് എഗൻസ്റ്റായി പറയുവാൻ അല്ലെങ്കിൽ ശ്രീ KM മാണിയെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കേരള കോൺഗ്രസ്സിൽ ആളില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ UDFിൻ്റെ മന്ത്രിമാർക്കെതിരെയും UDFിലെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്സിലെ ശ്രീ KM മാണിക്കെതിരെയുമുള്ള ആരോപണങ്ങൾ വസ്തുതാപരമായ ആരോപണമാണ് എന്നുള്ളത് കൊണ്ട് ശ്രീ PC ജോർജ് ശ്രീ ബിജു രമേശിനെ വിളിച്ച് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ശ്രീ ബാലകൃഷ്ണപിള്ള സാറുമായി സംസാരിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ അന്ന് ശ്രീ PC ജോർജിനോട് UDF ഒരു മൃദു സമീപനം എടുക്കുകയും R ബാലകൃഷ്ണപിള്ള സാറിനെതിരെ ഒരു നിലപാടെടുക്കുകയും ചെയ്തതാണ് ഇന്ന് ഈ ഗതികേട് ഈ മുന്നണിക്കുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും PC ജോർജ് ആവശ്യപ്പെട്ടത് KM മാണി രാജിവെക്കണമായിരുന്നു എന്ന് ആവശ്യപ്പെട്ടത്. ഇന്ന് KM മാണി രാജിവെക്കണം എന്ന് ശ്രീ PC ജോർജ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ മാണി സാർ നടപടി ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ മുമ്പ് പറഞ്ഞു, ഇതിനകത്ത് അസംതൃപ്തരായ ഒരുപാട് ഘടകകക്ഷികളുണ്ട്. ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അവർ പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ RSP ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം RSPക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ശ്രീ പാലോട് രവിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കൂടെ വരുമ്പോൾ ഒരു വിഷയം കേരളത്തിലുണ്ടാവും. ഈ ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എങ്ങനെയെങ്കിലും അടുത്ത മാസം 20-ാം തീയതി വരെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും എല്ലാവരെയും കൂട്ടി അതിനാണ് ശ്രീ ഉണ്ണിത്താൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളത് വരെ. അദ്ദേഹം പറഞ്ഞ വളരെ സത്യസന്ധമായ കാര്യമാണ്. ശ്രീ മനോജ് പറയുന്നത്. ശ്രീ ഉണ്ണിത്താൻ, ഒറ്റ ചോദ്യം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മായിൻ ഹാജി ചോദിച്ചിട്ട് അങ്ങയിലേക്ക് വരാം. 1 മിനിറ്റ് വീതിച്ചു തരികയാണ്. ശ്രീ മായിൻ ഹാജി, ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളപ്പോൾ PC ജോർജിനെതിരെ നടപടിയെടുക്കും. അതിനൊരു ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അഴിമതിക്കെതിരെ വാളെടുത്ത PC ജോർജിനെതിരെ നടപടിയെടുക്കാനുണ്ടെങ്കിൽ നടപടി എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരം എന്നാണ് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം ഒന്നുകൂടെ വിശദീകരിക്കുക അവസാനിപ്പിക്കുമ്പോൾ. അത് തന്നെയാണോ നിങ്ങളും പറയുന്നത്, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളതുപോലെ? അല്ല, PC ജോർജ് പോലും UDFിലെ ഒരു മന്ത്രിക്കെതിരെയോ ഒരു നേതാവിനെതിരെയോ അഴിമതി ഞാൻ ആരോപിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം അതുപോലെ തന്നെ മാണി സാറിനോട് അദ്ദേഹം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. മാണി സാറ് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഓരോ കാര്യത്തിൽ എന്നോട് ഉത്തരം ചോദിക്കുന്നതിന് എനിക്കെന്ത് പറയാൻ കഴിയും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർവ്യാഖ്യാനം ചെയ്യാതെ എന്തായാലും ഇത്തരത്തിൽ ആരോപണം വന്നിരിക്കുന്നു. ഈ ആരോപണത്തിന്റെ പേരിൽ ജനങ്ങളുടെ മുമ്പിൽ നിഷ്കളങ്കത തെളിയിച്ച് തിരിച്ചെത്താനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് PC ജോർജ് പറഞ്ഞത്. ആ തെറ്റിനാണ് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്നതായി അദ്ദേഹം ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് ആണോ മാണി സാർ എഴുതി കൊടുത്തിട്ടും ഇനി ചില ചർച്ചകൾ കൂടി നടത്തി മാത്രമേ അത് തീരുമാനമെടുക്കൂ എന്ന് പറയുന്നിടത്ത് ശ്രീ ഉണ്ണിത്താൻ കോൺഗ്രസ് വക്താവ് എന്നുള്ള നിലയിൽ, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ, നിയമം അറിയാവുന്ന ആൾ എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൻ്റെ നിയമസഭയിൽ എടുക്കേണ്ട നിലപാടുകളുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒക്കെ കാര്യങ്ങൾ വെച്ചോളൂ. PC ജോർജിനെതിരെ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കണം, എടുക്കുന്നത് എന്ത് എപ്പോൾ എന്നുള്ളതല്ല, എന്താണ് ധാർമ്മികമായി എടുക്കേണ്ടത്, നിയമപരമായി എടുക്കേണ്ടത്? UDF ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനമാണ്. ആ സംവിധാനം ഏതാനും ചില രാഷ്ട്രീയ പാർട്ടികൾ ചേർത്തുണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലെ 3ാമത്തെ പ്രബലമായ കക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ ചെയർമാൻ ശ്രീ KM മാണിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ മന്ത്രിമാരെ തീരുമാനിച്ചത്, ചീഫ് വിപ്പിനെ തീരുമാനിച്ചത്, UDFിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ആര് പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചത്. ആ ശ്രീ KM മാണി രേഖാമൂലം മുഖ്യമന്ത്രിയോട് ചീഫ് വിപ്പിനെ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ UDF ഉന്നതാധികാര സമിതിയിൽ നിന്ന് ശ്രീ PC ജോർജിനെ ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം ന്യായമാണ്. ആ തീരുമാനം അംഗീകരിക്കപ്പെടും. പക്ഷേ ഒരു രാത്രി കൊണ്ട് ആ തീരുമാനം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയില്ല. മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയി, അദ്ദേഹം മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈസ്റ്ററാണ്. അതൊക്കെ കഴിഞ്ഞ് വളരെ സാവകാശം ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുമായി കൂട്ടായിട്ട് ആലോചിച്ചിട്ട് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം
മുന്നണിയുടെ കൂട്ടായ തീരുമാനമായിരിക്കും. Yes, അത് yes, ജനാധിപത്യപരമായ മനസ്സിലായി. സമയത്തിന്റെ പരിമിതിയോട് മാത്രം എന്തായാലും കോൺഗ്രസ് വക്താവ് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട് വക്താക്കളുടെ യോഗത്തിൽ. അത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായിട്ടോ ശ്രീ വി എം സുധീരനുമായിട്ടോ ഒക്കെ സംസാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അതാണ് ശ്രീ ഉണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് കെ എം മാണി സാർ എഴുതി കൊടുത്ത കാര്യം നടപ്പിലാകണം, പക്ഷെ അത് നടപ്പിലാക്കാൻ ഉടനെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് നടക്കില്ല. അതിന് ഇനി ഈസ്റ്റർ കഴിയണം, പിന്നെ സാവകാശം ആലോചിക്കണം. അത് ചിലരൊക്കെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകുമോ എന്ന ചിലരുടെ നിരീക്ഷണങ്ങളിലേക്ക് പോകുമോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകുമോ എന്നുള്ളതും കൂടെ നോക്കേണ്ടതുണ്ടെന്നാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കൊക്കെ എത്തുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തിരിച്ചറിയാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഉണ്ണിത്താൻ, ശ്രീ മായിൻ ഹാജി, ശ്രീ ഭാസ്കരപിള്ള, ശ്രീ മനോജ് കുമാർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ PC ജോർജ്.